ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി അനന്ത സുബ്രഹ്മണ്യത്തെ നോട്ടീസ് നൽകി വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചത്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഉണ്ണികൃഷ്ണന്റെ ഭൂമിയിടപാടുകളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഡാൻ കുര്യനും ഒപ്പം ആജ്ഞ രവീന്ദ്രനും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്കാണ്. ഡാൻ, 2019 ജൂലൈയിൽ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്ന് പറഞ്ഞ ആ സമയത്ത് പോലും മഹസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ നേരെ ഒപ്പിട്ടത് അനന്ത സുബ്രഹ്മണ്യനാണ് എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഒന്നുകിൽ അന്ന് മുതലോ അല്ലെങ്കിൽ അതിനു മുൻപോ ഈ തുടങ്ങിയതാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന എന്ന കാര്യം വ്യക്തം. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇയാളിൽ നിന്ന് വേണം മറ്റ് പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് കാര്യങ്ങളെത്താൻ. നാഗേഷ് ഉൾപ്പെടെയുള്ള, കൽപേഷ് ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വേണം കാര്യങ്ങൾ പോകാൻ. എന്തൊക്കെ പ്രധാനമായും ഇയാളിൽ നിന്ന് മനസ്സിലാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അതീവ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷണ സംഘം സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിവരങ്ങളും ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള വിഷയമായതിനാൽ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി തന്നെ കൈകാര്യം ചെയ്യുന്ന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഈ വിവരങ്ങൾ ലഭ്യമാകുന്നതിനടക്കം പരിമിതി നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അനന്ത സുബ്രഹ്മണ്യന് വളരെ അടുത്ത ബന്ധമുണ്ട്. അനന്ത സുബ്രഹ്മണ്യൻ ഒരു സഹായിയെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നു. അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഈ സ്വർണ്ണപ്പാളികൾ കയ്യിൽ വാങ്ങി അവിടെ നിന്ന് അത് ബംഗളൂരുവിലേക്കോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഒരു സ്ഥലത്തേക്കോ എത്തിച്ചത് ഒഴിച്ചാൽ ഇതിന്റെ കോൺസ്പിറസിയിൽ, ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടോ ഇയാൾ എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ഒരു കാര്യം. അതിന് ഉത്തരം തേടുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലൂടെ. മാത്രമല്ല ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പോറ്റിക്കെതിരായ അന്വേഷണം. പോറ്റിയുടെ 2022 2025 ഇടയിലുള്ള ഭൂമി ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൂടി വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. അവിടെയാണ് ഇയാൾ മറ്റ് ആർക്കൊക്കെയോ വേണ്ടി ബെനാമിയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്ന ചില തെളിവുകൾ ദേവസ്വം വിജിലൻസിന് നേരത്തെ ലഭിച്ചത്. ആ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും അത് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം വിപുലമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തിക പശ്ചാത്തലം തന്നെയാണ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ വലിയ ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തരിൽ നിന്ന് ഈ ശബരിമലയിലേക്ക് എന്ന പേരിൽ വലിയ തരത്തിൽ പണം വാങ്ങി ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ന പേരിൽ വലിയ സാമ്പത്തിക സഹായം കൈപ്പറ്റിയതിനു ശേഷം അത് അവിടേക്ക് പൂർണ്ണമായി വിനിയോഗിക്കുന്നതിന് പകരം അത് സ്വയമായി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്ന വിവരങ്ങളും തെളിവുകളുമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലേക്ക്, അതായത് ഈ ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുക, അതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 10 ദിവസം പൂർത്തിയാകുകയാണ് SIT ഒരു അന്വേഷണം തുടങ്ങിയിട്ട്. അതിനിടയിലാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ നിർണായകമായ ചില വിവരങ്ങളുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് കൂടി തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തി രേഖപ്പെടുത്തിയാൽ അത് അന്വേഷണ സംഘത്തിനും സർക്കാരിനും ഒരുപോലെ വെല്ലുവിളിയാവും. അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായി ഈ ചോദ്യം ചെയ്യൽ, ഒരു ദിവസം മുഴുവൻ നീളുന്ന ചോദ്യം ചെയ്യൽ, അതിനുശേഷം നോട്ടീസ് നൽകി വിട്ടയക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിന്റെ ദിശ എങ്ങനെ ആയിരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരു കാര്യം കൂടി, ഈ SIT അന്വേഷണം അതിപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? പ്രധാനമായും SIT അന്വേഷണത്തിൽ നിന്ന് വേണം എപ്പോഴാണ് ഈ ശബരിമലയിലെ വലിയ മഹാകൊള്ളയുടെ കാര്യങ്ങൾ തുടങ്ങിയത്, എവിടെ വെച്ചാണ് ഈ ഗൂഢാലോചന ആരംഭിച്ചത്, ഇതിൽ ആരൊക്കെ പങ്കാളികളായി, ഇനി ഏതൊക്കെ വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടത് SIT ആണ്. അപ്പോൾ ഈ അന്വേഷണം അത് എവിടെ എത്തി നിൽക്കുന്നു?
ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് 10 ദിവസം പിന്നിടുകയാണ് SITയുടെ അന്വേഷണം തുടങ്ങിയിട്ട്. അതിൽ 6ാമത്തെ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസം റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വിടുന്നു. ആ കസ്റ്റഡി കാലയളവിനുള്ളിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഞാനിപ്പോൾ ഉള്ള ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ദിവസങ്ങളായി ഉന്നത ഉദ്യോഗസ്ഥരുടെ ശശിധരൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിനിടെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയെക്കുറിച്ചും അതിൽ 5 പേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിനുശേഷം താൻ മാത്രമല്ല, താനിതിൽ ഒരു കണ്ണി മാത്രമാണ് എന്ന തരത്തിലുള്ളൊരു മൊഴിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പലയാവർത്തി ചോദ്യം ചെയ്യുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് കണ്ണികൾ ആരൊക്കെയാണ്, ഇതിന്റെ പിവറ്റ് പോയിന്റ് ഏതാണ്, സ്ഥിരാകേന്ദ്രം ഏതാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളിലേക്കൊക്കെ അന്വേഷണ സംഘം കടന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഹൈക്കോടതി അതിന്മേൽ നടത്തുന്ന നിരീക്ഷണം തുടരന്വേഷണത്തിൽ നിർണായകമായി മാറുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം തുടരുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ചും ഈ പ്രാഥമിക റിപ്പോർട്ട്, SIT അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ വെക്കുകയാണ്. അതീവ രഹസ്യമായാണ് അത് കോടതി പരിശോധിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം. അടച്ചിട്ട കോടതിയിൽ ഇത്തരത്തിലുള്ളൊരു നടപടികൾ അത് അസാധാരണം തന്നെയാണ്. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം കോടതിയിൽ? കോടതിയുടെ നിരീക്ഷണം അത് ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും ഇന്നത്തേത്. ഭവ്യ, പ്രാഥമിക റിപ്പോർട്ടല്ല കോടതിയിൽ സമർപ്പിക്കുന്നത്, അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ്. അത് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു 2 ആഴ്ചയിൽ ഒരിക്കൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നുമാണ് കോടതിയുടെ ഉത്തരവ്. അതുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. അതുമായി മാത്രമല്ല, ഭവ്യ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അതീവ രഹസ്യമായിട്ടാണ് ഈ അന്വേഷണത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് അതിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാനാകില്ല. SIT ആയാലും കോടതി മുറിയിലായാലും അടച്ചിട്ട കോടതി മുറിയിലാണ് ഹൈക്കോടതിയിൽ ഇതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ജസ്റ്റിസ് V. രാജാ വിജയരാഘവനും അതുപോലെ ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് അതീവ രഹസ്യമായിട്ട് തന്നെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഹൈക്കോടതിയുടെ തന്നെ ജുഡീഷ്യൽ രജിസ്ട്രാർ ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ട് ജുഡീഷ്യൽ രജിസ്ട്രാറാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ നമുക്ക് സമർപ്പിക്കാനാകും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് SIT കോടതിയെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ ശബരിമലയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്താനും അത് കൃത്യമായി ചിട്ടപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരുപക്ഷെ കോടതിയിൽ ബോധ്യപ്പെടുത്തിയേക്കാം. അത് മാത്രമല്ല, കോടതിയുടെ ഉത്തരവനുസരിച്ച് സ്വർണ്ണപ്പാളി ശബരിമലയിൽ ഫിക്സ് ചെയ്തു എന്നുള്ള വിവരം ദേവസ്വം ബോർഡും കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള SIT അതുപോലെ തന്നെ സംഘത്തിലുള്ളത് മറ്റൊന്ന് SP S. ശശിധരനാണ്. മറ്റ് 2 SHOമാരോ ഒരു സൈബർ വിദഗ്ധൻ എന്നിവരാണ് SITയിലുള്ളത്. അതിൽ SP S. ശശിധരനായിരിക്കും ഇന്ന് ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ രഹസ്യമായിരിക്കണം എന്നും ഈ റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് SITക്ക് നിർദ്ദേശമുണ്ട്. അതുപോലെ മാധ്യമങ്ങൾ സംയമനം പാലിക്കണമെന്ന് മാധ്യമങ്ങൾക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പരസ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. മാത്രമല്ല, SIT ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോഴും ഇതിന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും പുറത്തു പോകരുത്, അതീവ രഹസ്യമായി അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിച്ച അല്ലെങ്കിൽ SITക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്ന കാലം മുതൽ പറയുന്നതാണ് അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി തന്നെ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കണം എന്ന് തന്നെയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമുക്ക് അറിയാൻ കഴിയില്ല. അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുള്ള ഉള്ളടക്കം എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു ഡെവലപ്മെന്റ്സ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയേക്കാം. ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ചതും അതുപോലെ
ജസ്റ്റിസ് KT ശങ്കരൻ ശബരിമലയിലെ സ്വത്ത് വിവരങ്ങളുടെ അന്വേഷണം എത്ര വരെ എത്തി എന്നുള്ള കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയേക്കാം. ഭവ്യ. ആജ്ഞ രവീന്ദ്രനും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്.